സംസ്ഥാനത്തെ SLC പരീക്ഷകൾ ആരംഭിച്ചിരിക്കുന്നു. ഒരു കാലത്ത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരീക്ഷാ ചൂട് SLC പരീക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു നമുക്കറിയാം. ഇന്നും അതിന് അത്ര വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. 4 ലക്ഷം കുഞ്ഞുങ്ങൾ കേരളത്തിൻ്റെ വരും തലമുറ SLC പരീക്ഷ എഴുതി തുടങ്ങി. അതിൻ്റെ 2ാമത്തെ ദിവസ പരീക്ഷ കഴിഞ്ഞു. ഈ വരുന്ന 27-ാം തീയതി അവർ പരീക്ഷ എഴുതും എന്നാണ് സർക്കാരിൻ്റെ ടൈം ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് കേരളത്തിലെ SLC പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയ്ക്കടുത്തുള്ള കായണയിൽ നിന്നൊരു വാർത്ത വന്നിരിക്കുന്നത്. എഴുതിയ പരീക്ഷാ പേപ്പറുകൾ DO ഓഫീസിലേക്ക് ഉത്തരവാദിത്തത്തോടെ എത്തിക്കേണ്ട ഘട്ടത്തിൽ പരീക്ഷാ പേപ്പറുകളുടെ കെട്ടുകൾ റോഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നത് വളരെ ലജ്ജാവഹമായ ഒരു വാർത്തയാണ്. തീർച്ചയായും അത്തരം സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തത്തോടെയുള്ള നടപടികൾ സർക്കാർ എടുക്കും എന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ സസൂക്ഷ്മം കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്യാപകരുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നില്ല, വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ ശക്തമായി മാതൃകാപരമായി നടപടികൾ എടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് SLC പരീക്ഷയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. കഴിഞ്ഞ ദിവസം ഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷാ പേപ്പറുകൾ റോഡിൽ നിന്ന് കിട്ടിയെന്ന വാർത്തയും അത്ര കണ്ട് ആശാവഹമല്ല. സംസ്ഥാനത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന പല പരീക്ഷകളും കൃത്യമായി അതിൻ്റെ പരീക്ഷാ പേപ്പറുകൾ പരിശോധിച്ച് വേണ്ട സമയത്ത് അതിൻ്റെ ഉത്തരങ്ങൾ പ്രഖ്യാപിക്കാത്തതുകൊണ്ടും മറ്റും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം, വിശേഷ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പല വിഷമതകളും അനുഭവിക്കുന്നു. ഇപ്പോൾ കേരളം വലിയ തുക വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ വളരെ ഗൗരവതരമായി കേരള ജനങ്ങൾ മൊത്തത്തിൽ കാണുമ്പോൾ SLC പരീക്ഷ മുതൽ മുകളിലേക്കുള്ള പരീക്ഷകളിൽ സർക്കാരും വിദ്യാഭ്യാസ സംവിധാനവും അധ്യാപകരും എല്ലാവരും വളരെ ഗൗരവതരമായി വിഷയങ്ങളെ കാണുക എന്നത് പ്രധാനമാണ്. പരീക്ഷാ പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ജീവിതമാണ്. കുട്ടികളെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന രക്ഷകർത്താക്കളുടെ ഉത്കണ്ഠകൾ വർദ്ധിക്കാത്ത തരത്തിൽ, അതേസമയം ഈ ചൂടുകാലത്ത് കേരളം ചുട്ടുപൊള്ളുമ്പോൾ കുട്ടികളുടെ പരമാവധി ഉത്കണ്ഠകൾ കുറച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പരീക്ഷ നടത്തിക്കൊണ്ടുപോകാൻ സർക്കാർ സംവിധാനങ്ങൾ വേണ്ട മുൻകരുതലെടുക്കണം. പേരാമ്പ്രയ്ക്കടുത്തുണ്ടായ ഈ സംഭവത്തിൻ്റെ ഉത്തരവാദികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും മാതൃകാപരമായ സമീപനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ.